പ്രായപൂർത്തിയാകാത്ത പട്ടികവർഗ വിഭാഗക്കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് OM ജോർജിനെതിരെ പോക്സോ കേസ്. സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോർജ് 1.5 വർഷത്തോളം പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി മാറുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്ത് പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രജിത്ത്, തീർച്ചയായും കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം തന്നെ എന്ന് നമുക്കിത് പറയേണ്ടിയിരിക്കുന്നു. കാരണം മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, DCC അംഗമാണ്, മുൻ സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു OM ജോർജ്. അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന മാതാപിതാക്കളുടെ കൂടെ സ്ഥിരമായി ഈ കുട്ടി ജോർജിന്റെ ബത്തേരിയിലുള്ള വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നെന്നും ഇവിടെ വെച്ച് 1.5 വർഷമായി ഇദ്ദേഹം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് ഇപ്പോൾ ചൈൽഡ് ലൈനിന് പരാതി ലഭിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് ജോർജ് അയച്ച മെസ്സേജ് മാതാപിതാക്കൾ കാണുകയും ഇതേ തുടർന്ന് പെൺകുട്ടിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഒരാഴ്ച മുമ്പ്. ഇതേ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും തുടർന്നാണ് മാതാപിതാക്കളും നാട്ടുകാരും ചൈൽഡ് ലൈനെ വിവരമറിയിക്കുന്നത്. വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ നടത്തിയ അന്വേഷണത്തിൽ OM ജോർജ് ഇത്തരത്തിലൊരു പീഡനം നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാവുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുൽത്താൻ ബത്തേരി പോലീസിന് കേസ് കൈമാറിയിരിക്കുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുൽത്താൻ ബത്തേരി പോലീസ് ഇദ്ദേഹത്തിനെതിരെ OM ജോർജിനെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല കേസ് SMS DYSP കുബേരൻ നമ്പൂതിരിക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി SMS വിഭാഗമാണ് ഇത് സംബന്ധിച്ച് ദളിത് ആദിവാസി വിഷയങ്ങളെല്ലാം അന്വേഷിക്കുന്ന വിഭാഗമാണ് SMS. അവരാണ് ഇനി അന്വേഷണം നടത്തുക. എന്നാൽ ജോർജ് മൈസൂരിലേക്ക് മുങ്ങിയിരിക്കുകയാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന് ഇത് വലിയ നാണക്കേട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണ രംഗത്ത് സജീവമാവുന്ന ഒരു സമയത്താണ് മുതിർന്ന കോൺഗ്രസ് അംഗത്തിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെതിരെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയെ പെൺകുട്ടി കൃത്യമായി തന്നെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ചൈൽഡ് ലൈൻ എന്നാണ് ചൈൽഡ് ലൈൻ നൽകുന്ന വിവരം. കാരണം 1.5 വർഷമായി, അതായത് ഏകദേശം 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മുതൽ തന്നെ ഇദ്ദേഹം പല വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ചൈൽഡ് ലൈൻ ഇത് സംബന്ധിച്ച് പോലീസിന് നൽകിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, സ്ഥലത്തെ ഒരു പ്രമുഖ INTUC നേതാവ് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കണ്ട് വൻ പൈസ വാഗ്ദാനം ചെയ്ത് കേസ് ഒതുക്കാനൊരു നീക്കം നടത്തിയിരിക്കുന്നു എന്നും മാതാവ് അല്പസമയം മുമ്പ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. രഞ്ജിത്ത്, ഈ വിഷയത്തിൽ വിനേഷ്, പാർട്ടി നിലപാട് എന്താണ്? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. ഈ നേതാവിനെ തള്ളിക്കൊണ്ടുള്ള നിലപാട്, അല്ലെങ്കിൽ പൂർണ്ണമായും ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ജില്ലാ നേതൃത്വം അടക്കം സ്വീകരിക്കാൻ ഇടയുണ്ടോ? എന്താണ് പാർട്ടിയുടെ വിശദീകരണം, നിലപാട് ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ പ്രധാനമായും പാർട്ടി അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടന്നിരിക്കുന്നത് ആ പരാതി മാത്രമാണ്. ഇത് അന്വേഷിച്ചത് കോടതിയിലെത്തട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാടും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, വയനാട്ടിലുള്ള കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ OM ജോർജിനെതിരെ ഒരു കാരണവശാലും അത്തരത്തിലൊരു ആരോപണം ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതേസമയം അതായത് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. കാരണം ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അതേസമയം ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹമുള്ള സ്ഥലം തങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്, ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഇങ്ങനെ അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇത് വലിയ നാണക്കേടുണ്ടാവും. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചരണ രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് വയനാട്ടിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യും, അല്ലെങ്കിൽ വലിയ നാണക്കേട് ഉണ്ടാക്കും. വലിയ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു രീതിയിലെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രഞ്ജിത്ത്, അപ്പോൾ വിനേഷ്, പോലീസിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതു ഘട്ടത്തിലാണ്? ഈ പരാതി, ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ട് കുറച്ച് നാളുകളായി എന്നറിയുന്നു. കുറച്ച് നാളുകളായി ഈ പരാതിയും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടതാനും. പോലീസ് ഗൗരവമായി എടുത്തിട്ടുണ്ടോ? മൈസൂരിലേക്ക് ഇയാൾ കടന്നു എന്ന് പറയുമ്പോൾ ഇയാളെ സംരക്ഷിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള അന്വേഷണത്തിലെ ഒരു വീഴ്ച പോലീസിനുണ്ട് എന്ന ആക്ഷേപം ചില കോണുകളിൽ നിന്ന് ഉയരുന്നു എന്നും അറിയുന്നു.
തീർച്ചയായും അത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരാഴ്ച മുമ്പാണ് ഇത് സംബന്ധിച്ച് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അന്നേരം തന്നെ ഇത് ചൈൽഡ് ലൈന് വിവരം അറിയിച്ചിരുന്നു. ചൈൽഡ് ലൈൻ അന്വേഷണം നടത്തുകയും യഥാസമയം പോലീസിന് വിവരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരാഴ്ചക്കിടയിൽ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള ഒരു ആരോപണം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്ന സ്ഥലം ഏറെക്കുറെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ബന്ധുവും മറ്റും മൈസൂരിൽ ചില ഭാഗങ്ങളിൽ ഇഞ്ചി കൃഷിയുണ്ട്. ഇദ്ദേഹം അവിടെ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. എന്നാൽ അത് കൃത്യമായും സ്ഥിരീകരിക്കാൻ ഒരു വ്യക്തത എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ SMS വിഭാഗമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. SMS DYSP കുബേരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ പരാതി കൃത്യമാണ്. ഒപ്പം തന്നെ ചൈൽഡ് ലൈൻ അതിന്റെ അന്വേഷണത്തിലും ഈ കുട്ടി നൽകിയിരിക്കുന്ന പരാതിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാവും. അത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, കോൺഗ്രസ് നേതാവിനെതിരെ ഉണ്ടായ പോക്സോ കേസ് അത് വയനാട്ടിൽ കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇയാൾ ഒളിവിലാണ് എന്ന സൂചനകൾ ലഭിക്കുന്നു. മൈസൂരിലേക്ക് കടന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവിടുന്നത്. പ്രായപൂർത്തിയാകാത്ത പട്ടികവർഗ വിഭാഗക്കാരിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് കോൺഗ്രസ് നേതാവ് OM ജോർജിനെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. ഒരാഴ്ച മുൻപ് ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. 1.5 വർഷത്തോളം ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ജോർജ്. വയനാട്ടിലെ DCC അംഗം കൂടിയാണ് OM ജോർജ്. വലിയ പ്രതിസന്ധി കോൺഗ്രസിന് ഈ വിഷയവുമായി ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഈ നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കുന്ന കാര്യം അത്തരം കാര്യങ്ങളിൽ വിശദീകരണം വന്നിട്ടില്ല. അതിന്റെ വിശദാംശങ്ങളും വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് വിനേഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. റോസക്കുട്ടി ടീച്ചർ ടെലിഫോൺ ലൈനിലുണ്ട്. ഇത്തരത്തിലൊരു പരാതി ശ്രീമതി റോസക്കുട്ടി, ഇത്തരത്തിൽ ഒരു പരാതി കോൺഗ്രസ് നേതാവിനെതിരെ വന്നിരിക്കുകയാണ്. പോക്സോ കേസാണ്, വളരെ ഗൗരവതരമായ ഒരു കേസ് കൂടിയാണ്. എങ്ങനെ കാണുന്നു? ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഗൗരവവും ഹീനവുമായ ഒരു പ്രവൃത്തിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇന്നലെ എറണാകുളത്തായിരുന്നു. ഇപ്പോഴും രാവിലെയാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്. വാർത്തയിലൂടെയാണ് ഈ ന്യൂസ് കാണാൻ പറ്റിയത്. തീർച്ചയായിട്ടും വളരെ ഗൗരവപൂർവ്വം ഇതിനെ കൈകാര്യം ചെയ്യും. പാർട്ടി എന്ന നിലയിൽ യാതൊരു തരത്തിലുള്ള സഹായവും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയില്ല. വളരെ ഗൗരവത്തോടുകൂടി പാർട്ടിയുടെ നടപടികളും അതോടൊപ്പം തന്നെ നിയമപരമായ നടപടികൾ അത് ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിക്ക് പോരായ്മ ഇല്ലാത്തതായിട്ട് പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് ആ കുട്ടി ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ഒരു ആദിവാസി കുട്ടി ആയതുകൊണ്ട് തന്നെ വളരെയേറെ ഗൗരവത്തോടുകൂടി ഈ കേസിനെ കാണുകയും ഗൗരവത്തോടുകൂടി തന്നെ ഇതിന്റെ മുമ്പോട്ടുള്ള നടപടികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നതാണ്. ഇത്തരത്തിലൊരു കേസ് അത് ഈ ഒരു പ്രധാന നേതാവ് പെടുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും പെൺകുട്ടിയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനടക്കം ഈ കേസിലടക്കം സംരക്ഷണം നൽകുക എന്ന ബാധ്യതയൊക്കെ ഒരു പാർട്ടിക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും ആലോചന പാർട്ടിയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ഇന്ന് രാവിലെ ഇപ്പോഴാണ് എത്തിയിട്ടുള്ളൂ. എറണാകുളത്ത് നിന്ന് വയനാട് വരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ കാര്യത്തെക്കുറിച്ച് അവർക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കുകയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുകയും ആ കുട്ടിക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ തയ്യാറാണ്. അത്രമാത്രമേ ഇപ്പോഴെനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും ആ കുട്ടിയെ കാണും, ആ കുട്ടിയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടും. ഏത് തരത്തിലാണ് ആ കുട്ടിക്ക് ഏത് സഹായമാണ് വേണ്ടത് എന്നത് അന്വേഷിച്ച് വേണ്ട രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയും വളരെ ഗൗരവത്തോടുകൂടി ഇതിനെ കാണുകയും ആ കുട്ടിക്ക് പീഡിപ്പിക്കപ്പെട്ട ഇരയ്ക്ക് എല്ലാ സഹായവും ചെയ്യാൻ സന്നദ്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും. വളരെയധികം നന്ദി ശ്രീമതി KC റോസക്കുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് പോക്സോ കേസിൽ പ്രതിയായിരിക്കുന്നു. പാർട്ടി തന്നെ ആ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകും. വനിതാ കമ്മീഷൻ മുൻ അംഗമാണ് ഇപ്പോൾ പെൺകുട്ടിയെ സന്ദർശിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ അവർ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അവരെ കാണും എന്നും കരുതാം.